Rediscovering childhood hobbies to spark creativity and reduce adult stress and anxiety. നമ്മൾക്ക് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ധാരാളം ഹോബീസ് ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് മെസ്സി ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്ത് ഫ്രീ ആയി കളിച്ച് നടക്കണം. ഇതൊക്കെയല്ലേ ആഗ്രഹമായിരുന്നത്. പക്ഷെ കുറച്ച് വലുതായപ്പോൾ ധാരാളം സ്ട്രെസ്സുകൾ നമ്മുടെ ലൈഫിൽ വന്നു. എക്സ്റ്റേണൽ സ്ട്രെസ്, ഇൻറ്റേർണൽ സ്ട്രെസ് ഇതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ മെസ്സി ലൈഫിനെ, ഈ സ്ട്രെസ്ഫുൾ ലൈഫിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുക? നമുക്ക് നമ്മളെ തന്നെ റീഡിസ്കവർ ചെയ്യാൻ പറ്റുക എന്ന് നോക്കണം അല്ലേ? ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ ആ ഒരു അവെയർനെസ് ആണ്. നമ്മൾ സ്ട്രെസ് ആയിരിക്കുന്നു എന്നുള്ള അവെയർനെസ് ആണ്. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മുടെ മൈൻഡിൽ വരും. ഇതിനൊരു ഒരേ ഒരു മാർഗം, ഒരൊറ്റ മാർഗ്ഗമാണ് ഇന്ന് പറയുന്നത്. അതായത് റീഡിസ്കവറിങ് യുവർ സെൽഫ്. നമ്മളുടെ ചൈൽഡ്ഹുഡ് കുറേ ഹോബീസ് ഉണ്ടായിരുന്നിരിക്കാം. പടം വരയ്ക്കാനുള്ള ഹോബീസ് ആയിരിക്കാം, സ്റ്റിച്ചിങ് ആയിരിക്കാം, പോട്രി ആയിരിക്കാം. സോ വി ആർ റീഡിസ്കവറിങ് അവർ ഹോബീസ്. നമ്മളിപ്പോൾ മാർക്കറ്റിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു അഡൾട്ട് കളറിങ് ബുക്സുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? മണ്ടാല ആർട്ടുകൾ, അതുപോലെ തന്നെ ക്രോഷിറ്റ് സെറ്റുകൾ. ഇതെല്ലാം വലിയവർക്ക് കൂടി ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പണ്ടൊക്കെ ഇത് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഇത്തരം ആർട്ട് ബുക്കുകൾ, കളറിംഗ് ബുക്സ് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ സ്പേഷ്യൽ ആൻഡ് മോട്ടോർ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു പറയുന്നത്. നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുമ്പോഴും പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് തന്നെ മറന്നു പോകും. നമ്മുടെ അവെയർനെസ് ആണ് പ്രധാനമായിട്ടും. നമ്മുടെ ഒരു സിറ്റുവേഷണൽ അവെയർനെസ്, എൻവയോൺമെൻറ്റൽ അവെയർനെസ്. നമ്മൾ സ്ട്രെസ്സിൽ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ കളറിംഗ് ബുക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കളറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. നമ്മുടെ സ്പേഷ്യൽ അവെയർനെസ് കൂടും. നമ്മൾ എന്തിലാണോ കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടും. സോ ഇന്ന് ഞാൻ പറയുന്നത് ഇത്തരം ക്രിയേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ടെക്നിക്കുകളെ റീഡിസ്കവർ ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സിലിരിക്കുമ്പോൾ നമ്മൾ ആ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ സ്ട്രെസ്സിനെ മാറ്റാനായിട്ട് ഇത്തരം കളറിംഗ് ബുക്കുകൾ എവിടെ കിട്ടിയാലും ഗ്രാബ് ചെയ്യുക, സ്റ്റാർട്ട് കളറിങ്. അത് നല്ലൊരു ഐഡിയ ആണ്. നമ്മൾ പണ്ട് എത്ര മെസ്സി ആയിട്ടായിരുന്നു കളർ ചെയ്തിരുന്നത് അല്ലേ? പണ്ട് ചുമരുമേലൊക്കെ കളർ ചെയ്തിരുന്ന കുട്ടികളുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന വുഡൻ പാർട്സിൽ, ടേബിൾ, ചെയർ എല്ലാം അവിടെ തന്നെ കളർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മളധികം കൺട്രോൾ ചെയ്ത് വളർത്തിയില്ലെങ്കിൽ വീട് മൊത്തം കളർ ചെയ്ത് വയ്ക്കുന്ന കുട്ടികളുണ്ടാവും. അത്തരം ഒരു ചൈൽഡ്ഹുഡിന് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആൻഡ് ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു അഡൽട്ട് ആയപ്പോൾ നമ്മൾ മറന്നുപോയ കുറേ കാര്യങ്ങളുണ്ട്. കൂടുതലായിട്ട് മൈൻഡിൽ സ്ട്രെസ്സ് വരുന്നത് നമ്മൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരിക്കാം. അപ്പോഴൊക്കെ ഇത്തരം കളറിങ് ബുക്കുകൾ ഉപയോഗിക്കുക. നമ്മുടെ പഴയ ചൈൽഡ്ഹുഡ് ഹോബീസ് എല്ലാം ഒന്ന് തട്ടിയെടുക്കാം. അത് ചിലപ്പോൾ നമുക്കൊന്ന് സൈക്കിൾ ചവിട്ടി വരണം എന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങുക, പതുക്കെ പോയി സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടി വരിക. അല്ലെങ്കിൽ നടക്കാൻ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നടക്കാൻ പോകാം. പണ്ട് അച്ഛൻ്റെയും അമ്മയുടെയോ കൈയൊക്കെ പിടിച്ച് പുറത്ത് നടക്കാൻ പോയിരുന്നതാണെങ്കിൽ ഇപ്പം നമ്മൾ സെൽഫ് ഡിസ്കവറി ചെയ്ത് നടന്ന് ഒന്ന് കണ്ടെല്ലാം പുറമേയൊക്കെ കണ്ട് ഇൻ്ററാക്ട് ചെയ്ത് വരാം. അതുപോലെ തന്നെ ഇത്തരം കളറിങ് ബുക്സ്, മണ്ടാല ആർട്ട് അവൈലബിൾ ആണെങ്കിൽ സ്റ്റാർട്ട് കളറിങ്. അത് നല്ലൊരു ഐഡിയ ആണ്. റീഡിങ് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയാണെങ്കിൽ റീഡിങ്ങിനും ട്രൈ ചെയ്യാമെന്നാണ് കേട്ടോ. കാരണം നമ്മൾ പണ്ടൊക്കെ എത്രയോ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള അല്ലേ? ചെറിയ ചെറിയ ചിത്രകഥകൾ, അമർ കഥകൾ, അതുപോലെ ബാലരമ, അങ്ങനെ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ. ശാസ്ത്രകേരളം വായിച്ചവരുണ്ടായിരിക്കാം. അതുപോലെ എന്താ പറയുക, നമ്മളുടെ ഇഷ്ടം എന്താണോ, നമ്മൾ ശാസ്ത്രത്തിനോടാണോ ആർട്ടിനോടാണോ ഇഷ്ടം നമുക്ക് തന്നെ അറിയാം. സോ ട്രൈ ടു ഗ്രാബ് ദാറ്റ് ഇന്നർ ക്രിയേറ്റിവിറ്റി. നമ്മുടെ ഉള്ളിലുള്ള ആ ചൈൽഡിഷ് ക്രിയേറ്റിവിറ്റിയിൽ അത് റീഡിസ്കവർ ചെയ്യുക. ദെൻ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. ഏത് ഏജിലാവട്ടെ യു ക്യാൻ റീഡിസ്കവർ യുവർ സെൽഫ്, യുവർ ഓൺ ക്രിയേറ്റിവിറ്റി അറ്റ് എനി ഏജ്. ഇതിപ്പോൾ എന്നെ കേൾക്കുന്ന 90കളിലുള്ള ആളുകളായാൽ പോലും അവർക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്ക് വാങ്ങാം. ആ പുസ്തകത്തിൽ ഇഷ്ടമുള്ള പടങ്ങൾ വരച്ചു തുടങ്ങാം. ഒരു വട്ടം വരച്ച് ചുറ്റും കുറച്ച് റേസ് വരച്ച സണ്ണായില്ലേ, അതിൻ്റെ ഉള്ളിലൊരു മഞ്ഞ കളറ് കൊടുക്കാം. എത്ര എളുപ്പമല്ലേ? ഒരു പൂ വരയ്ക്കുക. പണ്ട് എത്ര എളുപ്പത്തിൽ നമ്മൾ പൂ വരച്ചായിരുന്നു. ഒരു വട്ടം വരയ്ക്കുന്നു, ചുറ്റും കുറച്ച് ഇടുന്നു, ഒരു സ്റ്റെമ്മ് വരയ്ക്കുന്നു, പിന്നെ ചെറിയ ലീഫ് വരയ്ക്കുന്നു. സോ റീഡിസ്കവർ യുവർ ഓൺ ക്രിയേറ്റിവിറ്റി ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് ദ സ്ട്രെസ്. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.